പശ്ചിമേഷ്യൻ സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഹോർമുസ് കടലിടുക്ക് അടച്ച് ഇറാൻ കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്ന് മുന്നറിയിപ്പ്. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നും മുന്നറിയിപ്പ്. അരാംകോ റിഫൈനറി ആക്രമിച്ചിട്ടില്ലെന്ന് ഇറാന്റെ റഡാർ സംവിധാനം തകർത്തെന്ന് അവകാശപ്പെട്ട് ഇസ്രായേലും. മിസൈൽ വർഷത്തിലാണ് പ്രതിരോധ സംവിധാനം തകർത്തത്. അതേസമയം ഇറാനിൽ കൊല്ലപ്പെട്ട 179 സ്കൂൾ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഹോർമുസ് കടലിടുക്ക് അടച്ചതായിട്ട് ഇറാൻ പറയുമ്പോൾ ഇത് പൂർണ്ണമായും അടച്ചതാണോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ഇത് തുടക്കം മാത്രമാണെന്ന് ട്രംപ് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും നീങ്ങുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 4 ലക്ഷ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. ഇറാന്റെ മിസൈൽ ശേഷി നശിപ്പിക്കുമെന്നും നാവികസേന ഇല്ലാതാക്കുമെന്നും തുടങ്ങിയ കുറച്ചധികം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇനി എങ്ങോട്ടായിരിക്കും കാര്യങ്ങൾ നീങ്ങുക? ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്നത് ഇറാനെ സംബന്ധിച്ച് അവരുടെ വജ്രായുധമാണ്. കാരണം ലോകത്തെ എണ്ണ വ്യാപാരത്തിൻ്റെ 5-1 നടക്കുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. ഇതൊരു പ്രധാന പാതയാണ്. ഇത് അടയ്ക്കുക വഴി UAEയും സൗദിയും അതോടൊപ്പം തന്നെ ഖത്തറും കുവൈറ്റും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ പ്രതിസന്ധിയിലാവുന്ന ഒരു നിലയുണ്ടാകും. ഇറാൻ വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. സൗദി അത്തരത്തിൽ വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. ഈ തരത്തിൽ UAE വലിയ തോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. അവിടെ 7 അറബ് രാജ്യങ്ങളുടെ ഒരു ഐക്യമാണ് ആ UAE എന്നത്. അത് വളരെ വലിയ തോതിൽ എണ്ണ ഉൽപ്പാദനം നടത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇവരെല്ലാം തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല ഇറാനെ സംബന്ധിച്ച് ഈ അറബ് രാജ്യങ്ങൾ, മറ്റ് GCC രാജ്യങ്ങളെല്ലാം തന്നെ ശത്രുപക്ഷത്തേക്ക് പോകുന്ന ഒരു നിലയുണ്ട്. ഈ പ്രത്യക്ഷമായി ഒരുപക്ഷെ ഹിസ്ബുള്ള മാത്രമാണ് ഇപ്പോൾ ഇറാനെ സഹായിക്കാൻ രംഗത്ത് വന്നിട്ടുള്ളത്. അവരുടെ ആയുധ എടുത്തുള്ള രീതിയിലേക്ക്, ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് ഹിസ്ബുള്ള മാറിയിരിക്കുന്നു. ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം നമ്മൾ വലിയ തോതിൽ ഏതാണ്ട് 1.5 ലക്ഷം ബാരൽ എണ്ണ നമ്മൾ പ്രതിദിനം ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. ആ നിലയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധി ഉണ്ടാക്കും. 75 ദിവസത്തേക്കുള്ള എണ്ണയുടെ കരുതൽ